യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. 28 പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തീപ്പന്തം എറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഇന്നലെ വളരെ സംഘർഷഭരിതമായ സമരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിലാണ് ഈ തീപ്പന്തം എറിഞ്ഞൊക്കെയുള്ള പ്രകോപനം. അത് ഒരുപക്ഷെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ടായിരുന്നതാണ്. പോലീസ്, എനിക്ക് തോന്നുന്നു, ആ സാഹചര്യത്തിന് ഉചിതമായ ഒരു നടപടിയെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുമോ? സമീപ ദിവസങ്ങളിലൊന്നും തിരുവനന്തപുരത്ത് കാണാത്ത അത്ര വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ക്ലിഫ് ഹൗസിന് മുന്നിൽ കണ്ടത്. ക്ലിഫ് ഹൗസിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനപരമായി തന്നെയാണ് നീങ്ങിയത്. ആദ്യഘട്ടം മുതൽ തന്നെ പ്രകോപനം. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പോലീസിനും ഈ സംഭവത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇത്രത്തോളം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് വിലയിരുത്തുന്നതിൽ പോലീസിനൊരു പാളിച്ച ഉണ്ടായോ? സാധാരണ നിലയിൽ ഇത്തരം സമരം നടക്കുമ്പോൾ പോലീസ് അതിനെ തുടക്കത്തിൽ തന്നെ ഒരു അക്രമാസക്തമായ സമരമാണ് എങ്കിൽ അതിനെ ആ വിധത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ഇന്നലെ അതുണ്ടായില്ല. ആദ്യഘട്ടത്തിലെല്ലാം പരമാവധി സംയമനം പാലിച്ച് പോലീസ് അവിടെ നിന്നു. ക്ലിഫ് ഹൗസിന് മുന്നിലാണ് അവിടെ മാർച്ച് നടന്നത്. മന്ത്രിമന്ദിരങ്ങൾ നിരവധിയുണ്ട് ആ വഴിയിലേക്ക് കടക്കുമ്പോൾ. അപ്പോൾ പോലീസ് ബാരിക്കേഡ് പൂർണ്ണമായും അടച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് പ്രവർത്തകർ കല്ലും കമ്പും അതോടൊപ്പം തന്നെ കയ്യിൽ കരുതിയിരുന്ന തീപ്പന്തങ്ങളും തുടർച്ചയായി വലിച്ചെറിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സുകളും മറ്റുമൊക്കെ അവർ തല്ലി തകർത്തു. മാത്രമല്ല, ആകാശത്ത് ഇങ്ങനെ തീ പാറി നടക്കുന്ന കാഴ്ചയായിരുന്നു കുറച്ച് അധികം സമയം. പോലീസുകാർക്കിടയിലേക്കാണ് തീപ്പന്തം പോയി വീണത്. ഈ വരുൺ, ജലപീരങ്കി വാഹനമായ വരുണിന്റെ മുകളിലേക്ക് പോലും ഈ തീപ്പന്തം ചെന്ന് വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെ കടകളും മറ്റുമൊക്കെ ഉണ്ടായി. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത് കഴിഞ്ഞു പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജലപീരങ്കി ഉപയോഗിച്ചാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് കിടന്ന പ്രവർത്തകർ തീ വെച്ച ഫ്ലെക്സുകളും മറ്റുമൊക്കെ പിന്നീട് പോലീസിന് ആ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ ജലപീരങ്കി പ്രയോഗവും കഴിഞ്ഞ് തീപ്പന്തമേറും കഴിയുമ്പോഴാണ് സമരം ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസ് പിന്നീട് ലാത്തിചാർജിലേക്ക് കടന്നതും ഈ സമരത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പോലീസിനാകുകയും ചെയ്തത്. നിലവിലെന്തായാലും 28 പ്രവർത്തകർക്കെതിരെ 8 പേരുടെ പേര് എഫ്ഐആറിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കണ്ടാലറിയാവുന്ന 20 പേരും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഈ പട്ടികയിലുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA-മാരുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിന് മുന്നിലും പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ ഷാഫി പറമ്പലിനെതിരെ വടകരയിൽ നടന്ന ഒരു പ്രതിഷേധത്തിന് മറുപ്രതിഷേധം എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയിൽ പ്രതിഷേധമുണ്ടായത്. എന്തായാലും വലിയ സംഘർഷം തന്നെ ഉണ്ടായ പ്രതിഷേധത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസുകാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വധശ്രമക്കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീപ്പന്തം എറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദിവിഷ്.